ഹലോ ഗൈസ്, നമുക്കിന്നൊരു അടിപൊളി അയലക്കറി വെച്ചാലോ? മീൻ കറി, അയല. ഓക്കെ, ദെൻ ഞാൻ ദേ അയലേക്ക് മുറിച്ച് കറി വെക്കാനുള്ള വറക്കാനുള്ളതാണ്. കറി വെക്കാനുള്ള അയലക്കകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നല്ല കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് തിരുമ്മി വെച്ചേക്കണതാണ്, ഉപ്പും ചേർത്ത് കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ സാധനം നമ്മൾ കുറച്ച് സ്റ്റോൺസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം വരുമ്പോൾ അരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണേ. നമ്മൾ അപ്പാർട്ട്മെൻറ്റായിട്ട് താമസിക്കുന്ന റൂമാണ്. അപ്പോൾ ഇവിടെ വരുന്ന വെള്ളം അത്ര ക്ലീനൊന്നുമല്ല. കാര്യം കിണർ വെള്ളം, പക്ഷേ പൊടിയൊക്കെ ഉണ്ട്, മണലൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ അരിച്ചെടുക്കുന്ന വെള്ളം. സോ ഇതിൻ്റെ നമ്മൾ മീൻ കറി വെക്കാനുള്ള എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ആദ്യം കടുകിട്ട് പൊട്ടിച്ചു, അതിനുശേഷം ഉലുവയിട്ട് പൊട്ടിച്ചു, ശേഷം അതിൻ്റെ എണ്ണയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ചു. അതെല്ലാം മൂത്ത് കഴിയുമ്പോഴേക്കും ഞാൻ ദേ സവോളയൊക്കെ അരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞെരുകി എടുത്താൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും, മീൻസ് പെട്ടെന്ന് വഴണ്ട് കിട്ടും. സോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേണ്ടേ സവോള അതിനകത്തിട്ട് നല്ലോണം, സവോള ഇല്ലാത്തൊരു നല്ല കൊച്ചുള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ല മീൻ കറിക്ക്. അത് കൊച്ചുള്ളിയാണെങ്കിൽ അങ്ങനെ അരിഞ്ഞ് ലേശം ഉപ്പ് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലോണം വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെൻ്റെ ആ ടൈമിൽ എനിക്ക് ദാഹിച്ചു. സോ ആ സാധനം ഞാൻ പറഞ്ഞില്ലേ, ആ സ്റ്റോണൊക്കെ വെച്ചിട്ട് താണ്ട് ഗ്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്ത് ഇച്ചിരി അങ്ങ് കുടിച്ചു നോക്കി. ഈ സ്റ്റോണിനൊക്കെ എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ അത് അരിച്ചത് കൊണ്ട് അത് ഞാൻ ഓൺലൈനായിട്ട് വരുത്തിയത്, അതിന് പ്രത്യേക ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് നമ്മൾ സവോള വഴറ്റി തുടങ്ങി നല്ലോണം വഴറ്റാൻ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ എടുക്കും പോലെയൊന്നും അധികം സവോളയോ ഉള്ളിയോ ഒന്നും എടുക്കണ്ട, നമ്മൾ ലേശം എടുത്താൽ മതി. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. ഒത്തിരി ഒന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ അതിനകത്ത് ഓൾറെഡി വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന്, ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഈസ്റ്റേണിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് 10 രൂപ കണ്ടേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ഇടുന്നു. പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് കുടംപുളിയാണ് കേട്ടോ. നമ്മൾ കുടംപുളി എല്ലാവരും പിന്നെ ഈ സവോളയൊക്കെ വഴറ്റിയിട്ട് പൊടിയൊക്കെ ആ കൂടെ വഴറ്റി ചേർത്തിട്ടാണ് പുളി ഇടുന്നത്. പക്ഷേ ഇത് വെറൈറ്റിയാണ് കേട്ടോ. ഇത് സവോള വഴറ്റിയിട്ട് പിന്നെ നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ കളറും പൊടി എല്ലാം ചേർത്ത്, എരിവിനാവശ്യമുള്ള പൊടി എല്ലാം മീനയിൽ തന്നെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആ സവോള വഴണ്ടതിനകത്തേക്ക് തന്നെ നമ്മൾ പുളി ഇട്ട് ഇളക്കുക കേട്ടോ. പുളി നന്നായിട്ട് ഇളകിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ സാധാ പച്ച വെളിച്ചെണ്ണ മീൻസ് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ആ പുളി, എന്താ പറയുക, പുളിയും സവോളയിലേക്ക് പുളി പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊരു 10 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 2 ഗ്ലാസ് മതി കേട്ടോ, അധികമൊന്നും വേണ്ട. അപ്പോഴേക്കും നമ്മുടെ ആ പുളിയുടെ കളറ്, ആ വെള്ളത്തിലോട്ട് ആ പുളിയുടെ കളറൊക്കെ വരും. നമ്മൾ ചുമ്മാ എടുത്ത് ഈ കുടംപുളിയെ വെള്ളത്തിലിട്ടാൽ ഈ കളർ വരത്തില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു കളറിൽ വരും. അപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് വരും. ഞാനിതുപോലെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തിളച്ചെന്ന് പറഞ്ഞാൽ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ, കാരണം ഞാൻ ഫ്ലെയിം കൂട്ടിയായിരുന്നു വെച്ചിരുന്നത്. നന്നായിട്ട് തിളയുന്നത് വരെ, നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മീനിടാവുള്ളൂ. ഇടയ്ക്ക് തിളച്ചിട്ട് മീനിട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം തിളച്ച് വെള്ളത്തിലോട്ട് മാത്രമേ നമ്മൾ മീനിടാവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് നന്നായിട്ട് തിളച്ച് സവോളയൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് മീൻ കഷ്ണം ഓരോന്നായിട്ട് എടുത്തിടാം. എൻ്റെ കൈയൊന്നും പൊള്ളിയായിരുന്നു ഇടയ്ക്ക്, അതേ തട്ടിയിട്ട്. ഞാൻ ഈ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ടേ ഇതാണ്ടോ, ഇതാണ് കേട്ടോ മീൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പാടായിരുന്നു അത് ഇട്ട് കൊടുക്കാൻ. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്ന്. നമ്മൾ ഇളക്കരുത് കേട്ടോ. എൻ്റെ കൈയൊന്ന് പൊള്ളിയായിരുന്നു. ചീനച്ചട്ടിയുടെ സൈഡിൽ പിന്നെ ചീനച്ചട്ടി എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞങ്ങൾ റൂമിൽ താമസിക്കുന്നത്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ചട്ടിയും മിക്സി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. സോ ഞങ്ങൾ ചീനച്ചട്ടിയിലാട്ടോ മീൻകറി വെക്കുന്നത്. നിങ്ങൾ മീൻ ചട്ടി എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീൻ കഷ്ണമെല്ലാം ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ആ മീൻ വെച്ചിരുന്ന പാത്രത്തിൽ ജസ്റ്റ് അരപ്പെല്ലാം കൂടെ കഴുകിയ വെള്ളം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. പിന്നെ ഇളക്കാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനങ്ങനെ അടച്ച് വെച്ചല്ല വേവിച്ചത്. എനിക്ക് അത്രയും വലിയ അടപ്പില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അടച്ച് വെച്ചല്ല വേവിച്ചത്. എന്തായാലും നമുക്ക് ഒരു 10-15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുഞ്ഞാവയ്ക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് മറ്റേ മഞ്ഞപ്പൊടി മാത്രം തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു മീനിനെ.
അപ്പം മീൻ വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി മാത്രം ചേട്ടായിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ചേർത്ത് വേറെ സെപ്പറേറ്റ് ആയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് രണ്ടും വറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ ആ മീൻകറി വെക്കുന്ന ടൈമിൽ തന്നെ വറക്കാനും തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇതാണ്ട് നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കലക്കി ഒഴിച്ച് അരപ്പൊഴിച്ച വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ നേരം കൊണ്ട് കുറച്ച് പച്ചമുളകൊക്കെ എടുത്തരിഞ്ഞ് അതിൻ്റെ മുകളിലൊന്ന് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് മല്ലിയില ഉള്ളൊരു മല്ലിയില ഇടണം കേട്ടോ. അതിൻ്റെ മുകളിൽ അടിപൊളിയായിരിക്കും, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പം ഞാൻ മുളകാണ് കേട്ടോ മുളക് കീറിയിട്ട് വേണ്ടേ നമ്മുടെ ഫൈനൽ ലുക്കായിട്ടുണ്ട്. അപ്പോൾ വേണ്ടേ അതൊക്കെ അവിടെ ഇരുന്ന് സെറ്റാവട്ടെ. ഞാൻ ആ കുഞ്ഞാവയ്ക്ക് മീൻ വറുത്ത് വെക്കാനുള്ളതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറിയും അടുത്ത് തന്നെ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ഇരുന്ന് സെറ്റാവുന്നുണ്ടായിരുന്നു. കുഞ്ഞാവയുടെ മീനൊക്കെ വേണ്ടേ പൊടിഞ്ഞു പോയിട്ടുണ്ട്. പൊടിഞ്ഞതല്ല കേട്ടോ, അത് ഇടയ്ക്ക് അവൻ ചിത്താന്തെടുത്ത് വന്നപ്പോൾ പകുതി എടുത്ത് കൊടുത്തതാണ്, അപ്പോൾ പൊടിഞ്ഞു പോയതാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുഞ്ഞാവയുടെ ചിത്താന്തൊക്കെ മാറ്റി ഇച്ചിരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെയും മീൻകറിയിലോട്ട് തന്നെ വന്നു. മീൻകറി ഏകദേശം ഒത്തിരി ചാറ് വറ്റിക്കരുത്, കാരണം മീൻകറിക്ക് ഇച്ചിരി ചാറുള്ളതാണല്ലോ അടിപൊളി. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ വറ്റിച്ച് വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പൂത്തുവാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലയിടത്ത് അങ്ങനെ പൂക്കൊന്നുമില്ല. പിന്നെ ഫ്രിഡ്ജൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ വക സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഇല്ല, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. സോ മീൻകറിയുടെ കുത്തി ഇളക്കാതെ ചാറൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് തവി കൊണ്ടെടുത്ത് മുകളിലേക്ക് കഴിക്കുക. ഇപ്പോൾ കുഞ്ഞാവയുടെ മീനൊക്കെ ഞാൻ വറുത്ത് കോരി വെച്ചിട്ട് അതിനകത്തേക്ക് ആ ചട്ടിയിലേക്ക് തന്നെ എനിക്ക് കഴുകാൻ ഇച്ചിരി മടിയുള്ള ടീമാണ്. അപ്പം മീൻ വറുത്തതല്ലേ, ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു. ഇത് എന്തിനാണെന്നറിയോ, നമ്മുടെ മീൻകറിയിൽ ഒഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഉള്ളവരധികം എടുത്തോളൂ കേട്ടോ. എനിക്ക് വെളിച്ചെണ്ണയൊക്കെ കുറവാണ്, എനിക്ക് ഈ വിലയൊക്കെ ആയതുകൊണ്ടേ പയ്യെ കുറച്ചേ എടുക്കുള്ളൂ. അപ്പം ഞാൻ ആ സാധനം ഒഴിക്കാൻ കൊണ്ടുപോയിട്ട് ഒഴിച്ചില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നോടെ ഒന്ന് ഇച്ചിരി ചൂടാവാനുണ്ടെന്ന് തോന്നിയോണ്ട് ഞാൻ അവിടെ വെച്ചു. പിന്നെ ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ ചട്ടിക്ക്, പിടിക്കാൻ പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കൈക്കിലേക്ക് എടുത്ത് ആ സാധനം പിടിച്ച് ഒഴിച്ചിട്ടുണ്ട്, മീൻകറിയുടെ മുകളിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സെറ്റായില്ല എന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ കുറച്ചുകൂടെ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ആ പൊടി കുറച്ചും കൂടെ പോരാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീൻകറിയുടെ മുകളിലേക്ക് ഒഴിച്ച് മീൻകറി ഫൈനൽ ലുക്കാവാൻ പോവാട്ടോ. മീൻകറി അടിപൊളിയാണ്ടോ, മീൻകറി സൂപ്പർ ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ, പിന്നെ ഞാൻ ഉണ്ടാക്കിയതോട് പറയല്ല, കൊള്ളാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ മീൻകറി പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ. നിങ്ങൾ മീൻകറി വയ്ക്കുന്നതിൽ എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക ഒന്നെടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുണ്ടാക്കുന്നതിൽ നിന്നും എന്തെങ്കിലും വെറൈറ്റി ഇതിനുണ്ട് എങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യുക. എസ്പെഷ്യലി നമ്മുടെ ആ പൊടി ചേർക്കാതെ പുളിയിട്ട് ഉള്ള ആ സംഭവം, പിന്നെ ലാസ്റ്റ് ഈ വെളിച്ചെണ്ണയുടെ മുകളിൽ മുളക് പൊടി തൂടിയിട്ടുള്ള ഈ ഒരു അഭ്യാസവും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ മീൻകറിയുടെ ഏകദേശം ലുക്ക് ഇതാണ് കേട്ടോ. അത് ഞാൻ രാത്രിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ, അതുകൊണ്ട് അവിടെ വലിയ ലൈറ്റ് സെറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ചേട്ടായിക്കുള്ള മീൻ വറക്കാൻ പോയി. ചേട്ടയുടെ മീനൊക്കെ അരപ്പൊക്കെ തിരുമ്മി വെച്ച് ഞാൻ വറക്കുവാണ് കേട്ടോ. കുഞ്ഞാവയുടെ മീനിന് ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുമായിരുന്നു. അപ്പോൾ കുഞ്ഞാവയുടെ ഒരു കഷ്ണം മീൻ ഞാൻ കട്ട് തിന്നപ്പോഴാണ് ഞാൻ ചേട്ടയുടെ മീനിനും ഉപ്പ് ചേർത്തില്ല എന്ന് വെച്ച് ചേട്ടൻ്റെ മീനിന് ഉപ്പൊക്കെ ചേർത്തത് തിരിച്ചതും പൊടിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ഈ മീൻ വറക്കാൻ വലിയ വശമൊന്നുമില്ല, ഞാൻ കൊച്ചല്ലേ, അതുകൊണ്ട്. മീൻകറിയും മീൻ വറുത്തതും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, അതും പൊടിഞ്ഞ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.